ഇന്ന് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊണ്ട് ഒരു പ്ലേറ്റ് നിറയെ പഴംപൊരി ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഒരു ചെറിയ തവി വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതേ അളവിൽ തന്നെ റവ ചേർത്ത് കൊടുക്കുക. അതേ അളവിൽ തന്നെ ഗോതമ്പ് പൊടിയോ മൈദയോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. റവ ചേർക്കുമ്പോൾ നമ്മുടെ പഴംപൊരിക്ക് നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നിറത്തിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുക. ആ കറുത്ത എള്ള് ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്തെ പൊടിയെല്ലാം പോകാൻ വേണ്ടിയാണ് നമ്മളൊന്ന് കഴുകിയെടുക്കുന്നത്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. ബാറ്റർ ഇത്തിരി തിക്കായിട്ട് വേണം ഇരിക്കാനായിട്ട്. കുറേശ്ശെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ബാറ്റർ നല്ല തിക്കായിട്ടൊന്ന് തയ്യാറാക്കി വെക്കുക. ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും റവയും അരിപ്പൊടിയൊക്കെ ഒന്നും കൂടി കുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇനി ആ സമയം കൊണ്ട് നമുക്ക് പഴം എടുത്ത് ഒന്ന് അരിഞ്ഞേക്ക് എടുക്കുമ്പോഴേക്കും നമ്മുടെ മാവ് റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വലിയൊരു ഏത്തപ്പഴമാണ്. അത് അധികം പഴുക്കാത്ത പഴമാണ് എടുക്കാനായിട്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്യണതിന് ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കണം. ചരിച്ച് കട്ട് ചെയ്തെടുക്കണം. സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്നത് പോലെയല്ല, ഇത്രയും കനത്തിൽ ചരിച്ച് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് മൊരിഞ്ഞു വരും. 2 വശവും നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതേപോലെ പഴം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ പഴുത്ത പഴം വേണ്ട, ഇതേപോലെ മീഡിയം പഴുപ്പ് മതി. ഇതേപോലെ ഇത്രയും കട്ടിയായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി പാൻ വെച്ച് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. ഓരോ പീസ് എടുത്ത് നമ്മുടെ മാവിൽ മുക്കി നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണയില്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതുകൊണ്ട് എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓരോന്നും ഇതേപോലെ മുക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റവ് സിമ്മിലിടുക. സിമ്മിലിട്ടാണ് ഇത് തയ്യാറാക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലോ മീഡിയത്തിലോ ഒന്നും ഇടരുത്. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഇത് കൊളസ്ട്രോൾ ഉള്ളവർക്കും BP ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു പഴംപൊരിയാണ്. അപ്പോൾ എല്ലാവർക്കും പഴംപൊരി വളരെ ഇഷ്ടമാണ്. പക്ഷേ എല്ലാവരും കഴിക്കാത്തത് എണ്ണപ്പലഹാരമായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊണ്ട് നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ ഇതേപോലെ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അരിയുമ്പോൾ എപ്പോഴും ഇത് പഴം കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ കട്ട് ചെയ്യണം. ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്താൽ 2 വശവും ഫ്ലാറ്റായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതേപോലെ നമ്മളെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ മാത്രം മതി. അടുത്തതും നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇതേപോലെ ഇട്ട് കൊടുക്കുക. സിമ്മിലിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. അപ്പോൾ നമ്മളെല്ലാം ഇത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ നല്ല ക്രിസ്പിയായ പഴംപൊരിയാണ്. ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം. ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക.